പൈസയ്ക്ക് വലിയ അത്യാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് ന്യൂയോർക്കിലെ വലിയൊരു ഫ്ലാറ്റിൽ ഒരു ഹൗസ് കീപ്പിംഗ് ജോലി കിട്ടുന്നു. വളരെ ആകാംക്ഷയോടെ അവിടെ എത്തുന്ന നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നു, ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ സാധാരണക്കാരല്ല, മറിച്ച് നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഭ്രാന്തന്മാരാണെന്ന്. അവിടെ നിന്ന് നിങ്ങൾക്ക് ജീവനുമായി പുറത്തു കടക്കാൻ കഴിയുമോ? നമ്മളിന്ന് സംസാരിക്കുന്നത് 2026 ഇറങ്ങിയ ദേ വിൽ കിൽ യു എന്ന കിടിലൻ ഹൊറർ സർവൈവൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. സേസി ബീറ്റ്സ് പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വയലൻസ് നിറഞ്ഞ ഡാർക്ക് കോമഡികൾക്ക് പേരുകേട്ട കിറിൽ സൊക്കോളോവാണ്. ഒരു വലിയ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിനുള്ളിലെ ദുരൂഹമായ ഒരു കൾട്ടിലകപ്പെടുന്ന നായികയുടെ അതിജീവന പോരാട്ടമാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈല് തന്നെയാണ്. ത്രില്ലിനൊപ്പം തന്നെ സംവിധായകന്റെ ആ ഒരു സിഗ്നേച്ചർ ബ്ലഡ് ഷെഡ് വളരെ കൃത്യമായി കാണാം. ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ പെട്ടുപോയ നായികയുടെ നിസ്സഹായ അവസ്ഥയും ഫൈറ്റ് ബാക്ക് ചെയ്യുന്ന രീതിയും സേസി ബീറ്റ്സ് വളരെ ഗംഭീരമായി തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പട്രീഷ്യ ആർക്കെറ്റ് തുടങ്ങിയവരുടെ ക്യാരക്ടറുകൾ സിനിമയ്ക്കൊരു പ്രത്യേക ഡാർക്ക് മൂഡ് നൽകുന്നുണ്ട്. പക്ഷെ കഥയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു പുതിയ സംഭവമാണെന്ന് പറയാൻ കഴിയില്ല. പഴയ ക്ലാസിക് കൾട്ട് ഹൊറർ പടങ്ങളുടെ ഒരു പാറ്റേൺ ഇതിൽ പലയിടത്തും ആവർത്തിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ഈ ടെൻഷൻ ബിൽഡ് ചെയ്യാനെടുക്കുന്ന സമയം ചിലർക്കെങ്കിലും ചെറിയൊരു ലാഗായി തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും ആ വലിയ കെട്ടിടത്തിനുള്ളിലെ ക്ലോസ്ട്രോഫോബിക്കായ അന്തരീക്ഷവും നല്ല ചോരക്കളിയുള്ള ഹൊറർ ആക്ഷൻ രംഗങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പടം. ഈ ഹൈറൈസ് ഹൊറർ കോൺസെപ്റ്റ് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ.